ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം എൻ്റെ ഒരു മേക്കപ്പ് റുട്ടീൻ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഒരുപാട് ചേഞ്ചസ് എൻ്റെ മേക്കപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആദ്യം ഒന്നും ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ എനിക്ക് വലുതായിട്ടും അറിയത്തില്ലായിരുന്നു. പിന്നീട് ഓരോന്നായിട്ട് പഠിച്ചും എൻ്റെ ഫേസിന് ഓക്കെ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഞാൻ ബിൽഡ് ചെയ്തെടുക്കാറുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു മേക്കപ്പ് റൂട്ടീൻ എന്തൊക്കെയാണ്, എൻ്റെ മേക്കപ്പ് ബാഗിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട്. ഈ ഒരു മേക്കപ്പ് ബാഗാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ബാഗാണ്. കാരണം ഞാൻ ഇപ്പം നിൽക്കുന്ന ലൊക്കേഷനിൽ ബിഗ് ബാസ്ക്കറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സംഭവം ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. എന്നെ പോലെ ഭയങ്കര മെസ്സി ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് എന്ന് വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ ഈ കുഞ്ഞൊരു പൗച്ചായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ടേബിളിൽ നിന്ന് പിന്നെ എടുത്ത് പൗച്ചിലിട്ട് സിബിട്ട് ഭയങ്കര മെനക്കേടാ. ഈ സാധനം എന്ന് പറയുമ്പോൾ ഇങ്ങനെ തുറന്നിട്ടതാ, ഇത് കണ്ടോ, ഇതിങ്ങനെ തുറന്നു വേണമെങ്കിൽ വെക്കാം. എത്ര വേണമെങ്കിലും സാധനങ്ങൾ ഇതിൽ കൊള്ളും. പിന്നെ പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ അടയ്ക്കുക, ഇതുപോലെ ഇങ്ങനെ സിബിട്ട് വെക്കുക, ഒട്ടിച്ചു വെക്കുക. വേറെ പരിപാടി ഒന്നുമില്ല. കണ്ടോ, സൂപ്പർ അല്ലേ? അപ്പൊ ഞാൻ ആദ്യമായിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത്, ഇതിനകത്ത് എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് സാധനം എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു ക്ലിപ്പ് ഏതെങ്കിലും എടുക്കുക, ഇങ്ങനെ കുത്തി വെക്കുക. എന്നിട്ട് ഒരു 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 ക്ലിപ്പും കൂടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. മെയിൻ ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സാധനം, ഈ ഒരു എൻ്റെ സ്കിൻ കെയർ ഒക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഞാൻ എൻ്റെ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇതാ ഈ ഒരു സാധനം, ഇത് ഹൈഫൻ്റെ ഹൈഡ്രേറ്റിംഗ് സെറമൈഡ് ടോണർ എസൻസ് ആണ്. ഈ ഒരു സാധനം ആദ്യം ഞാൻ ഇതൊന്നുമല്ല, ആദ്യം എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഫോക്സ്റ്റെയിലിൻ്റെ ഒരു ടോണർ പോലത്തെ ഒരു സാധനമുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും ഫേസിൽ. നേരത്തെ ഒരു വീഡിയോ എടുക്കാനുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അറിയാതെ മസ്കാര ഇട്ടുപോയി. ബട്ട് ബാക്കിയുള്ള റൂട്ടീൻ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ടോണർ ഇങ്ങനെ സ്പ്രേ ചെയ്തതിന് ശേഷം ഇതൊരു മിൽക്ക് പോലത്തെ ഒരു സാധനമാണ്. ഇത് ഞാൻ എടുത്തിട്ട് ഞാൻ ഇത്തിരി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. വലുതായിട്ടൊന്നുമില്ല, ഒരു ഇത്തിരി ഒന്ന് ആ ഒരു പെട്ടെന്ന് ബ്ലെൻഡ് ആവാനും കാര്യത്തിനൊക്കെ ഇത്തിരി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്, ഒട്ടും തിക്കും കാര്യങ്ങളൊന്നുമല്ല. ഞാൻ ഇത് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്ന സാധനം. ഇനി ചെയ്യാൻ പോകുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, എനിക്ക് ഈ ഫൗണ്ടേഷൻ വലുതായിട്ട് ഇടുന്ന ഇഷ്ടമല്ല. ഒരു മനുഷ്യ ഓവർ കവറേജ് വരുന്നതെന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. സോ ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഒരുപാട് പേര് ചോദിച്ചു. സോ ഞാൻ കാണിച്ചിട്ടും ആദ്യം ഒന്നും ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു സാധനം അവർ അയച്ചു തന്നപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഇത് ഡെർമാകോന്റെ 1% ഹൈലറോണിക് ഹൈ കവറേജ് ഫൗണ്ടേഷനാണ്. ഈ ഒരു ഫൗണ്ടേഷനാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ ഈ ഒരു ചെറിയ ട്യൂബിന് 500 രൂപയാണ്. മുതലാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും മുതലാവും. പക്ഷേ കട്ടിക്ക് പെയിന്റ് അടിക്കുന്നവരാണെങ്കിൽ ഇത് മുതലാവില്ല സുഹൃത്തുക്കളെ. എൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് മുന്നേ അടുക്കള വരുന്ന പോയായിരുന്നു, അതിൻ്റെ കാണാനും ഉണ്ട്. അപ്പം ഈ ഒരു ഫൗണ്ടേഷൻ എൻ്റെ ഷെയ്ഡ് എനിക്ക് തോന്നുന്നു 03 എന്തോ ആണ് എൻ്റെ ഷെയ്ഡ്. ഇത് പുതിയ ബോട്ടിലാണോ പഴയ ബോട്ടിലാണോ എന്നെനിക്കറിയാം. എന്തായാലും ഈ ഒരു ഫൗണ്ടേഷൻ ഒരു ജസ്റ്റ് എൻ്റെ കൈയുടെ ഇവിടെ ഒരു 2 ഡ്രോപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തുള്ളി എടുക്കും. എന്നിട്ട് ഒരു ചെറിയതായിട്ടൊരു ഈവൻ കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി എടുക്കും. ഈ സംഭവത്തിനകത്ത് SPF 40 PA 3+ ഉണ്ട്, സൺ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു സാധനമാണ്. പക്ഷേ എന്താ പറയാ, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പിന്നെന്ന് പറയുമ്പോൾ ഈ ഒരു ടോണർ ഒരു 2-3 തുള്ളി ഇട്ട് മെസ്സിയാക്കി 2-3 തുള്ളി ഇട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുഖത്തോട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇതാണ് എൻ്റെ മെയിനായിട്ട് വരുന്ന ഒരു ബേസ് മേക്കപ്പ് എന്ന് പറയാൻ. എന്ന് പറയുമ്പോൾ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഒരു ഗ്ലോയി ആയിട്ടിരിക്കും. പക്ഷെ ഓവറായിട്ടുള്ളൊരു കവറേജും കാര്യങ്ങളും വേണം എന്ന് ഉദ്ദേശിക്കുന്നവർ ഈ ഒരു മെത്തേഡ് ഒരിക്കലും പ്രിഫർ ചെയ്യരുത്. കാരണം വലിയ കവറേജ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു സ്കിൻ പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഫിനിഷ് ഉണ്ടായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കവറേജ് ബിൽഡ് ചെയ്തെടുക്കാനും പറ്റും. ഞാൻ ഇച്ചിരി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അയ്യോ,
ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ബേസ് മേക്കപ്പ് വരുന്നത്. ബാക്കിയുള്ളത് കയ്യിൽ ഉള്ളത് നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇതാണ് എൻ്റെ ഒരു ബേസ് വരുന്നത്. നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടൊരു ഗ്ലോയി ലുക്ക് കിട്ടും, പക്ഷേ ഭയങ്കര ഒരു നാച്ചുറൽ ഫിനിഷിങ് കിട്ടും. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐബ്രോ പെൻസിൽ തിങ്. പിന്നെ എൻ്റെ നെയിൽസ് ഞാൻ ആദ്യമായിട്ടാണ് പ്രസ് ഓൺ നെയിൽസ് ചെയ്യുന്നത്. വലിയ സുഖമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സുഖമൊന്നുമില്ല, ബിക്കോസ് ഞാൻ മെനയാന്നാണ് ഇത് ഒട്ടിച്ച് പിടിപ്പിച്ചത്. പക്ഷേ ഇതിന്റെ പെയിന്റ് ഇളകി തുടങ്ങി കഴിച്ചു. എൻ്റെ അടുക്കളയിലെ പണി വെച്ചിട്ട് ഇതിന്റെ ഒന്നും ലാസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. സോ അങ്ങനെ അടുക്കളയിൽ മികച്ച പണികളൊക്കെ കാഴ്ചവെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് മണ്ണിലൊക്കെ ഇട്ടിളക്കുന്നവരും ആണെന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള പ്രസ് ഓൺ നെയിൽസ് ഞാൻ അധികം പറയുന്നില്ല. ഇത് ഗഷ് ബ്യൂട്ടിയുടെ പ്രസ് ഓൺ നെയിൽസ് ആണ്, വലിയ സുഖമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഈ ഐബ്രോ പെൻസിൽ എടുക്കാൻ ഞാൻ ഐബ്രോസ് ത്രെഡ് ചെയ്തില്ല ഇതുവരെ, കാരണം അമ്മയാണ് എനിക്ക് ത്രെഡ് ചെയ്ത് തരുന്നത്. അമ്മ ഇപ്പം ഇവിടെ ഇല്ല. സോ ഞാൻ ഇത്തിരി സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു കോൺസെൻട്രേഷൻ പോകുന്നുണ്ട്. പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന നമ്മൾ മേക്കപ്പ് ഇടുന്നുണ്ടെങ്കിലും മറയ്ക്കാൻ, അല്ലെങ്കിൽ എന്താ പറയാ ഭംഗിയില്ലെന്ന് തോന്നുന്നവർ ആരെങ്കിലും കാണിക്കാൻ, ഇങ്ങനെയൊക്കെയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ പതിയെ വിവരം വെച്ച് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അതിനല്ല നമ്മൾ മേക്കപ്പ് ഇടുന്നതാണ്. ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു തെറാപ്പി പോലെ, അല്ലെങ്കിൽ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ സ്കിൻ കെയർ ചെയ്യുമ്പോൾ എനിക്കൊരു എന്താ പറയാ ഭയങ്കര ഒരു സെൽഫ് ലവ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു എഫക്റ്റാണ് എനിക്ക് തോന്നാറ്. എനിക്ക് തോന്നുന്നു എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് സന്തോഷം വരും, അല്ലെങ്കിൽ എനിക്കൊരു എക്സ്പീരിയൻസ്, ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, എനിക്ക് എന്നെ പറ്റുന്ന അത്രയും ബെസ്റ്റ് ആയിട്ടിരിക്കാൻ. സോ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. എപ്പോഴും സെൽഫ് കോൺഷ്യസ് ആയിട്ടോ ഇൻസെക്യൂരിറ്റി മറയ്ക്കാനോ മേക്കപ്പ് യൂസ് ചെയ്യരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെയ്യണോ ചെയ്യാതിരിക്കുന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായമാണ്, അല്ല അവകാശമാണ്. പക്ഷെ അത് കൊച്ചു പിള്ളേരോടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ചെയ്യാതിരിക്കുക. പിന്നീട് നിങ്ങൾക്കതൊരു ബാധ്യതയല്ല, ഒരു എന്താ പറയുക ഭയങ്കര വല്ലാതെ ഒരു ഇൻസെക്യൂരിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്യും. സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മേക്കപ്പ് ചെയ്ത പ്രശ്നമില്ല. നിങ്ങൾക്ക് ഞാൻ എന്താ പറയുക ഇൻസെക്യൂർ ടു ലുക്ക് ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് പോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, നല്ല രീതി ബെസ്റ്റ് ആയിട്ട് ഇരിക്കാൻ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാം. പക്ഷേ എന്തെങ്കിലും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെങ്കിലോ അത് മറയ്ക്കാൻ ഇത് മറയ്ക്കാൻ അങ്ങനെ ഒരിക്കലും മേക്കപ്പ് യൂസ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങളുണ്ടാകും. കാരണം അനുഭവം ഉള്ള ഒരാളെന്നുള്ള നിലയിൽ പറയാം, എന്ന് തൊട്ട് ഞാൻ എനിക്ക് വേണ്ടി മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി അന്ന് മുതലേ ഉള്ളൂ എനിക്കൊരു എന്താ പറയുക സെൽഫ് ലവ് ഒക്കെ തോന്നി തുടങ്ങിയത്. കണ്ടോ, ഇതാണ് ഞാൻ എൻ്റെ ബേസിക്കലി എൻ്റെ ഐബ്രോസ് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. വലുതായിട്ടുള്ള കോപ്രായങ്ങളൊന്നും കാണിക്കാറില്ല. ഈ ഒരു ഐബ്രോ പെൻസിലാണ് ഒരു ബ്രൗൺ ഇതുള്ളത്. സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഐബ്രോ പെൻസിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമായിരിക്കും. ഇനി മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കി എല്ലാ കളിയും ബ്ലഷിലാണ്. ഞാൻ മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ട്. മസ്കാര ഞാൻ ആദ്യം ഈ ഒരു ഐലാഷ് കേളർ വെച്ചിട്ട് കേൾ ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഈ ഒരു കൊളോസലിലെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ട് എൻ്റെ ബ്ലഷ്. റീസെൻ്റായിട്ട് ഞാനിപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്ലഷ് എന്ന് പറയുന്നത് മാർസിൻ്റെ ബ്ലഷ് അവർ എന്നാണ്, ലിക്വിഡ് ബ്ലഷ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇപ്പം ചെയ്തോളൂ. ഒരു വലിയ പണി എനിക്ക് കിട്ടിയിട്ടിരിക്കുക. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പിങ്ക് ഫ്രോക്കിനകത്ത് ഞാനിത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ നെക്ക് ചെയ്ത് എൻ്റെ ഫ്രോക്കിനകത്ത് ഫുൾ ഇതായിട്ടുണ്ട്. അതെങ്ങനെ മാറ്റണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബ്രൈറ്റ് കളർ, എൻ്റെ ഫ്രോക്കിൻ്റെ പ്രിന്റും കളറും ഇതാണ്. നല്ല സങ്കടമുണ്ട് ഗൈസ്. ഞാൻ കുറച്ച് സോപ്പ് പൊടിയിൽ അത് മുക്കിയിട്ടിട്ടുണ്ട്, എന്താവും എന്ന് എനിക്ക് യാതൊരു പിടിയില്ല. അപ്പൊ ബ്ലഷ് ഇതാണ്. ഇത് സൂപ്പർ ബ്ലഷ് ആട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് പണി കിട്ടിയത്. ഓക്കെ, അപ്പം ഈ ഒരു ബ്ലഷ് എടുക്കാം. നേരത്തെ ഇത് ഭയങ്കര പിഗ്മെന്റഡ് ആണ്. സോ ഹാൻഡിൽ വിത്ത് കെയർ. വളരെ തുള്ളി മാത്രം നമുക്ക് മതി. ഇത് തന്നെ കൂടുതലാണ്.
എന്നിട്ടിപ്പം ഒന്നാമത് ഞാൻ ബ്ലഷ് ഇച്ചിരി കൂടുതലിടും, എന്നാലും ഇത് ഇത്തിരി കൂടുതലാണ്. നിങ്ങൾക്ക് ക്യാമറയിൽ അറിയാത്തതാണ് ഇത്തിരി കൂടുതൽ. ഞാൻ മൂക്കിലും ഈ ഒരു ഭാഗത്തും എനിക്ക് ഇച്ചിരി ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ഇച്ചിരി ഫേസ് ഒക്കെ സ്കൾപ്റ്റ് ചെയ്യണം എന്നുള്ളവർ ഈ ഭാഗത്ത് നിന്ന് ഇവിടെ വരെ മാത്രം ബ്ലഷ് ഇട്ട് നോക്കുക. എൻ്റെ കൂട്ടി ഇങ്ങനെ ഇട്ട് ഇച്ചിരി റൗണ്ട് ഫേസ് തോന്നും. ഞാൻ ഓവറോൾ എൻ്റെ ഫേസ് മൊത്തം ബ്ലഷ് ഇടും എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇട്ടുകൊണ്ടിരിക്കും. കുറച്ചെടുക്കുക, വളരെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ബേസിക് ആയിട്ട് എൻ്റെ ഒരു മേക്കപ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓൾറെഡി മസ്കാര ചെയ്തോണ്ട് വലുതായിട്ട് കാണിക്കാനൊന്നുമില്ല, എന്നാലും ഈ ഒരു ഐലാഷ് കളർ എടുത്ത് ഞാൻ മസ്കാര ഇട്ട് കുറച്ച് നേരം ഉണങ്ങിയതിന് ശേഷം കൂടെ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കും. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ മാക്സിമം നോക്കുക. എന്നാലും വലുതായിട്ട് പ്രഷർ കൊടുത്ത് കേൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പീലി എല്ലാം കൂടെ ഇളകി വരും. സോ പ്രഷർ വളരെ കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് കൊടുക്കുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള എൻ്റെ ഒരു മേക്കപ്പ് റൂട്ടീൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. പിന്നീട് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അല്ല, വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം റീസെന്റ് ആയിട്ട് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു സാധനം ഈ ഡോട്ട് ആൻഡ് കീയുടെ ഗ്ലോസ് ബോസ് ഇച്ചിരി ഒന്ന് അപ്പൊ ഇത്തിരി അതൊന്നും ഇട്ട് കൊടുക്കും. എന്നിട്ട് ഈ ഒരു സാധനം സൂപ്പർ മേക്കപ്പ് ഫിക്സർ ആണ്, പക്ഷേ മുടിഞ്ഞ സാനിറ്റൈസറിന്റെ മണമാണ്. ടേസ്റ്റ് അറിയാണ്ട് കണ്ണടയ്ക്കുക, ശ്വാസം പിടിക്കുക, അടിക്കുക. ഇത്രയും നേരമായിട്ടും ഇതിന്റെ മണം പോയിട്ടില്ല. ഇപ്പൊ നമ്മൾ എണ്ണപ്പാടം പോലെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇത് ഉണങ്ങും, എന്നാലും നല്ലൊരു ഗ്ലോയി ലുക്ക് ഉണ്ടായിരിക്കും. അതുവരെ മുഖത്തേൽ എങ്ങും തൊടാതിരിക്കുക. നമ്മൾ ഈ സാമഗ്രികളൊക്കെ ഊരി മാറ്റുക. ഇതാണ് എൻ്റെ മേക്കപ്പ് റൂട്ടീനിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. എന്നാലും ബാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഐലൈനർ ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ റെനയുടെ ഈ ഒരു ഐലൈനർ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യുവാണെങ്കിൽ ഭൂരിഭാഗം സമയത്തും ഞാൻ ഉപയോഗിക്കാറില്ല, പക്ഷെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് വളരെ ഗുഡായിരിക്കും. ഓക്കെ, പിന്നീട് ഈ ഒരു ഡോക്ടർ ഷീത്തിൻ്റെ കേസറൻ കോജിക് ലിപ് ബാം, ഇതെപ്പോഴും ഈ ഒരു പൗച്ചിലുണ്ടായിരിക്കും. പിന്നെ എൻ്റെ ഈ ഒരു പൗച്ച് എപ്പോഴും എൻ്റെ ഈ ഒരു ബാഗിലുണ്ടായിരിക്കും. ഇത് മാഴ്സിന്റെ എഡ്ജ് ഓഫ് ഡിസയർ എന്ന് പറഞ്ഞ ഒരു നല്ല വിലക്കുറവുണ്ട്, അപ്പൊ ചുമ്മാ മേടിച്ചു നോക്കിയതാണ്. റെഡ് കളർ, ഈ ഒരു കളറുള്ള റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പിങ്ക് ബ്രൗൺ റെഡ് ലിപ് ലൈനർ ആണ്. ഞാൻ ഇത് ചിലപ്പം ഇങ്ങനൊന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇതുപോലത്തെ ഒരു ബ്രഷ്. സാധാരണ മറ്റേ പൗഡർ ബ്ലഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സാധനമാണ് ഉപയോഗിക്കുന്നത്. എന്നാലും കഴിവതും കഴുകി ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ ലിപ്സ്റ്റിക് ആയിട്ടുള്ളത് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ എന്തോ മാറ്റ് HD മാറ്റ് ലിപ്സ്റ്റിക് ആയിരുന്നു, ബട്ട് ഒടിഞ്ഞു പോയി ഗൈസ്. സോ ഓരോ നമ്മൾ പുതിയ പുതിയ എക്സ്പെരിമെന്റ് ചെയ്യണം എന്നാണല്ലോ. ഇതൊക്കെയാണ് കൂടുതലും നല്ല ഇത്രയൊക്കെ ഉള്ളു ഇതിനകത്ത് ഉള്ള സാമഗ്രികൾ. എന്നിട്ട് പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടുക, ഇങ്ങനെ വലിക്കുക, ഇതിങ്ങനെ പ്രസ് ചെയ്ത് താത്തു വെക്കുക, നമ്മുടെ ബാഗിലോട്ട് കൊണ്ടിടുക. ഇവിടെ ഒരു പോക്കറ്റ് ഉള്ള വിവരം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. എന്താണെങ്കിൽ
വലിയ ലുക്കൊന്നുമില്ല എന്നാലും വലിയ ലുക്കൊന്നുമില്ല എന്നാലും ഇതൊക്കെയാണ് എൻ്റെ ഒരു മേക്കപ്പ് റൂട്ടീൻ. നിങ്ങൾക്ക് ക്ലോസപ്പിലൊന്നും കാണിച്ചു തരാം എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് അറിയണമല്ലോ. ഗ്ലോയി സ്കിൻ, യെസ്. എൻ്റെ മൂക്കൂത്തിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെ പോയി, എന്തു പറ്റി എന്നുള്ളത്. വേണ്ടാന്ന് വെച്ച് ഊരി മാറ്റിയ സാധനമല്ല ഗൈസ്, പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് ഊരേണ്ടി വന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ ഉണങ്ങുന്ന മരുന്നൊക്കെ ഒഴിക്കുന്നുണ്ടായിരുന്നെങ്കിൽ കൂടിയും സംഭവം പഴുത്തു. എൻ്റെ മൂക്കിൻ്റെ ഈ ഒരു ഭാഗം മൊത്തം കൂടെ വീർത്ത് ഇങ്ങനെ പൊങ്ങി വന്നു. എന്നിട്ട് ആ മൂക്കൂത്തി ഇതിനകത്തോട്ട് ഇറങ്ങിപ്പോയി. അപ്പം ഞാൻ വല്ലാണ്ട് പേടിച്ചു. ഈ മൂക്കങ്ങനെ അറുത്ത് കളയേണ്ടി വരുമെന്ന് പേടിച്ചു. എൻ്റെ അമ്മ എന്നെ പേടിപ്പിക്കുകയും ചെയ്തു. സോ നമ്മൾ കഠിനമായ മണിക്കൂറുകളുടെ പ്രയത്നത്തിനുള്ളിൽ ഈ ഒരു സാധനം നമ്മൾ ഗണ്ണടിച്ചിട്ടുള്ളതായിരുന്നു. അന്ന് അക്ഷയതൃതീയായതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ കടകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ ഗണ്ണടിച്ചു. ഗണ്ണടിക്കാൻ തന്നെ മണ്ടത്തരം. എന്തായാലും ഗണ്ണടിച്ചപ്പോഴേക്കും നല്ല വലിയൊരു തുളയായിപ്പോയി. പണി കിട്ടി. ഊരിയിട്ട് നമ്മൾ സ്വർണ്ണ കമ്മൽ ഇടണമല്ലോ മൂക്കിനകത്ത്, സ്വർണ്ണ മൂക്കൂത്തി ഇടണമല്ലോ. പാളിപ്പോയി. അപ്പോഴേക്കും നമ്മൾ ഊരിയപ്പോഴേക്കും തിരിച്ച് കയറ്റാനുള്ള മനസ്സനുവദിച്ചില്ല. ആ വേദനയും ആ പഴുപ്പും ആ ചോരയൊക്കെ കണ്ടപ്പോഴേക്കും എൻ്റെ ബോധം പോയി. സോ നമ്മൾ ഒന്നുകൂടെ ഉണങ്ങിയിട്ട് ഒന്നുകൂടെ കുത്താം എന്നുള്ളൊരു ആലോചനയിലേക്ക് ഞാൻ എത്തി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. സോ നമ്മൾ ഒന്നുകൂടെ കുത്തുന്നതിൻ്റെ ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും. കാരണം ആദ്യം കുത്തിയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര റാൻഡമായിട്ട് ഞാനും അമ്മയും കൂടെ പോയി കുത്തിയതായിരുന്നു. അപ്പം അത് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും എൻ്റെ കയ്യിലൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി കൊടുക്കുന്നതായിരിക്കും. എന്നാലും നമ്മൾ പുതിയതായിട്ട് കുത്താൻ പോകുമ്പോൾ ഒരു നല്ല വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പം അത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. എന്നീ കാണിച്ച പ്രോഡക്റ്റുകളുടെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വ്യൂ പ്രോഡക്ട്സിൽ കിട്ടും. പിന്നെ അപ്പം അത്രയൊക്കെയുള്ളൂ. എൻ്റെ ഇൻസ്റ്റയും കൊണ്ടൊന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട. എന്തെങ്കിലും ഫുൾ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് അതും പറയാൻ മറക്കണ്ട. അപ്പം എല്ലാം ഓക്കെ അല്ലേ? ബൈ.